അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഹജിമാരോട് ആരാധനാകർമ്മങ്ങളിൽ നമ്മുടെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ധാരാളം ആളുകളിൽ നിന്നും അവരറിയാതെ ചില ബിദ്അത്തുകൾ ആരാധനാകർമ്മങ്ങളിൽ സംഭവിക്കുന്നു. അത്തരം ബിദ്അത്തുകൾ നമ്മളിൽ നിന്നും സംഭവിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. തവാഫിൻ്റെയും സഅയിൻ്റെയും ഓരോ ചുറ്റിലും ചൊല്ലേണ്ടത് എന്ന പേരിൽ ചില പ്രാർത്ഥനകളും ദിക്റുകളും ചില ആളുകൾ പ്രത്യേകമായി ചൊല്ലാറുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിൽ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സഫയിലും മർവയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളും അതിനുശേഷം ആവശ്യമുള്ളത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് അതൊക്കെ അതുപോലെ തന്നെ നിർവഹിക്കുക. തവാഫിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഹൈറായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സഅയുകളിലും അള്ളാഹുവിനോട് നമ്മൾക്ക് ആവശ്യമുള്ള ഹൈറായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദിക്റുകളും സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്റുകളും അതുപോലെ പാപമോചനം, ഇസ്തിഗ്ഫാർ, അതുപോലെ ഖുർആൻ പാരായണം ഇവയൊക്കെ ആയിക്കൊണ്ട് തവാഫും സഅയുമൊക്കെ നമ്മൾ നന്നായി നിർവഹിക്കുക. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.